ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കട്ട്ലേറ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വരാം. അതിനായി നമുക്ക് വേണ്ടത് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഏലക്കായി, പട്ട, പൂവ്, പെരുംജീരകം. ഇത് ഫുള്ള് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടില്ല, അതാണിത് കാണിച്ചത്. ഇത്രയും പൊടിച്ചെടുക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്. 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. പിന്നെ വലിയൊരു ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റ് റസ്ക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. പിന്നെ 2 മുട്ടയും. നമ്മുടെ ഈ കട്ട്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്മീനാണ് എടുത്തത്. ഈ ചെമ്മീന് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് ഞാൻ 1 മണിക്കൂർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇടുക. ചെമ്മീൻ അതാ ഒരു വശം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം. നമുക്ക് നമ്മുടെ ബാക്കി എല്ലാ ചെമ്മീനും ഇതേപോലെ വറുത്തുകോരി എടുക്കണം. അടുത്തതായിട്ട് നമുക്കൊരു ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളി സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ തന്നെ അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമ്മളെല്ലാ സ്ഥലത്തും ഈ ഉപ്പ് ചേരുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇന്നത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. പിന്നീട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇല്ലേ, ഉരുളക്കിഴങ്ങ്, അത് അതിനകത്തേക്ക് ലേശം ഇടുക. എല്ലാ ചേരുവകളും കൂടി നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്കത് വരണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ എടുത്ത് വെച്ച പെപ്പർ പൗഡറും, അതായത് കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ എല്ലാ ചേരുവകളും നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ പകുതി പണിയോളം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച, അതായത് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനില്ലേ, അത് മിക്സിയിലൊന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരിഞ്ഞു വരണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ച ആ പൊട്ടറ്റോയിലേക്ക് ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ തീ മതി കേട്ടോ. ഇതിന് കൂടുതലായിട്ട് തീയിന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, അധികമൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഒന്ന് അത് ഓഫ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലാണിത് ചെയ്യേണ്ടത്, കാരണം കരിഞ്ഞു പോകും. അലൂമിനിയം പാത്രമാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കരിഞ്ഞു പോകും.
അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അവിടെ വയ്ക്കുക. ഇത് തണുത്തതിന് ശേഷം നമ്മൾ ചെറിയ ഉരുളകളല്ല, കുറച്ച് വലുപ്പമുള്ള ഉരുളകളാക്കിയിട്ട് ഒരു 10 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിൽ ഒന്നുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കോഴിമുട്ടയുടെ വെള്ള വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ മഞ്ഞൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ റസ്ക് പൗഡറില്ലേ അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളംകായിൽ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വട്ടത്തിലുള്ള ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കൈനെ കൊണ്ടൊക്കെ നമ്മുടെ എല്ലാ ഭാഗവും ഒന്ന് നല്ല കറക്റ്റായി വെത്തിൽ വരുന്ന വഴി ഒന്ന് റെഡിയാക്കാം. നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്കാണ് ഇടേണ്ടത്. ഒന്ന് തീ ഒന്ന് സ്ലോ ആയി കൊടുക്കണം. ഇത്ര തീ വേണ്ട, കാരണം എൻ്റെ ചട്ടി നല്ല ചൂട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാനൊന്ന് സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറച്ചൊരു 2-3 മിനിറ്റ് വേവുന്നവരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം. വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ടെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കട്ട്ലേറ്റുകളും ഇങ്ങനെ ചെയ്തെടുക്കണം. എനിക്ക് 10 കട്ട്ലേറ്റുകളാണ് ഇത്രയും സാധനങ്ങളോട് കിട്ടിയത്. ഇതെൻ്റെ ന്യൂ വ്ളോഗാണ്. തനൂസ് ക്രിസി വേൾഡ് എന്ന് പറഞ്ഞ ഒരു ചാനൽ കൂടിയുണ്ട്. എൻ്റെ മകൻ്റെ ചാനലാണ്. അതുപോലെ എൻ്റെ ഈ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് തനുവിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നല്ല രുചിയുണ്ട്, അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി നോക്കും. കട്ട്ലേറ്റ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.